മോഹൻലാലിനെ മനസ്സിൽ കരുതിയിട്ട് ഒരു സംവിധായകൻ ഒരു കഥ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അത് പിന്നീട് ആ വേഷത്തിലേക്ക് കമലഹാസൻ എത്തുന്നു. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറഞ്ഞ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കുറേ സിനിമകൾ വരും. അത് 2001 അദ്ദേഹം സംവിധാനിച്ച ആദ്യത്തെ സിനിമ മിന്നലെ മുതൽ അങ്ങോട്ട് ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ മിന്നലെ കഴിഞ്ഞിട്ട് അദ്ദേഹം കാക്ക കാക്ക എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പോലീസ് സ്റ്റോറി, അതിൻ്റെ ഒരു സീരീസ് പോലെ ആണ് അദ്ദേഹം പ്ലാൻ ചെയ്തത്. ഇപ്പോൾ കാക്കാക്കയിൽ സൂര്യ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമ. ശരിക്കും അന്ന് അദ്ദേഹം വേട്ടയാട് വിളയാട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ മോഹൻലാലിനെ വെച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പോലീസ് വേഷത്തിൽ ഒരു മലയാള സിനിമ ചെയ്യാനായിരുന്നു. അദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ്, നമുക്കറിയാം. മലയാള സിനിമ ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷെ അത് പല ഡിസ്കഷൻസൊക്കെ എന്തൊക്കെയോ ലാലേട്ടനായിട്ടൊക്കെ നടന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം തമിഴിൽ പോയിട്ട് കമലഹാസനെ വെച്ചിട്ട് ആ ഒരു അതിലേക്ക് എത്തുന്നത്. വേട്ടയാട് വിളയാടുന്ന പ്രൊജക്റ്റ് തമിഴിലേക്ക് എത്തുന്നത് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ടായിരുന്നു. പക്ഷെ സെയിം കഥയിൽ കുറേ മാറ്റങ്ങളൊക്കെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. പക്ഷെ മോഹൻലാലായിരുന്നു അദ്ദേഹത്തെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ, ഒരു പോലീസ് ക്യാരക്ടർ വെച്ചിട്ട്. പക്ഷെ അത് വർക്കാവാതെയാണ് വീണ്ടും തമിഴിൽ പോയിട്ടാണ് കമലഹാസനിലേക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത്. കമലഹാസൻ ശരിക്കും കാജ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്തു കൊടുക്കാം, ഡേറ്റ് കൊടുക്കാവുന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇവരൊരു ഡയറക്ടർ ആര് വേണമെന്ന് തീരുമാനത്തിലാണ് കാക്കാക്ക് റിലീസായ ശേഷം ഗൗതം മേനോനായിട്ട് ഇവർ ഇംപ്രസ്ഡ് ആവുന്നത്. അങ്ങനെയാണ് ഗൗതം മേനോനെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ശരിക്ക് കമലഹാസൻ്റെ മനസ്സിൽ പിന്നീട് ദേശാവതാരമായ ആ സിനിമയുടെ കഥ ഗൗതം മേനോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം മേനോന് അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. പകരം ഗൗതം മേനോൻ പച്ചക്കിളി മുത്തുച്ചാരം എന്ന് പറയുന്ന ശരത് കുമാറിനെ വെച്ച് പിന്നീട് ചെയ്ത ആ ഒരു സിനിമയുടെ കഥ പറഞ്ഞു. അപ്പോൾ കമലഹാസൻ അതൊരു സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞു. അത് വളരെ പെട്ടെന്ന് അധികം സ്ക്രിപ്റ്റ് ആക്കി. പക്ഷേ അത് സ്ക്രിപ്റ്റ് ആക്കിയെങ്കിലും അപ്പോഴും കമലഹാസന് പൂർണ്ണ തൃപ്തി വന്നില്ല. അങ്ങനെയാണ് പിന്നെ ഇവർ ചർച്ചയിലാണ് ഈ ഒരു പോലീസ് സ്റ്റോറിയിലേക്ക് എത്തിയത്. പിന്നെ ഇതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അദ്ദേഹം ഗൗതം മേനോൻ അദ്ദേഹം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ നമുക്കറിയാം അതിൽ ജ്യോതികയുണ്ട്, പ്രകാശ് രാജ് ഉണ്ട്. പിന്നെ അതിലെ വില്ലന്മാരുടെ ക്യാരക്ടേഴ്സാണ് നമുക്കറിയാം. ഡാനിയൽ ബാലാജിയുടെ ഒക്കെ ആ ഒരു ക്യാരക്ടർ വളരെ ശക്തമായിട്ടുള്ള കൊടും വില്ലന്മാരായിട്ട് അതിലേക്കാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആവണത്. ഇതിൽ മെയിൻ നായികയായിട്ട് ജ്യോതികയാണ്. അന്ന് ജ്യോതികയ്ക്ക് ഡബ് ചെയ്തത് രോഹിണി ഒരുപാട് നടിമാർക്ക് ഡബ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു എപ്പിസോഡിൽ ശിവ എന്ന് പറയുന്ന രാം ഗോലവർമ്മയുടെ സിനിമയിൽ അമലയ്ക്ക് ഡബ് ചെയ്ത അന്ന് അവർ തുടക്കകാലത്താണ് അവരന്ന് ഡബ് ചെയ്തൊക്കെ. പിന്നീട് എത്രയോ പേര് ഐശ്വര്യയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുള്ള രോഹിണിയാണ്. പിന്നെ ഇതിൽ കാമലാനി മുഖർജി അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കമലഹാസൻ്റെ വൈഫായിട്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് ഡബ് ചെയ്തത് ആൻഡ്രിയാണ്. അപ്പോൾ ആ ഒരു പാട്ട് സീനിനെ കുറിച്ചൊക്കെ ഉണ്ട്. ശരിക്കും അതൊരു ഈ പോലീസ് സ്റ്റോറിയിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഗൗതം മേനോൻ്റെ അദ്ദേഹം എപ്പോഴും പറയും അദ്ദേഹത്തിന് ഈ ഒരു റൊമാൻസും ഒരു ലവ് ട്രാക്കും അതൊരു ട്രാക്കായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ട്രാക്ക്. കാരണം അതൊരു ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് നമുക്കറിയാം. എപ്പോഴും കാക്കയായാലും ഈ പറയുന്ന ഈ ഒരു സിനിമയായാലും നമുക്ക് പച്ചക്കിളി മുത്തുച്ചാരം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള വേറൊരു ആക്ഷൻ മൂഡിലുള്ളൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂഡൊക്കെ ആണെങ്കിലും ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ വളരെ ഫാമിലി ഓഡിയൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ സോങ്സ് നമുക്കറിയാം. ഹാരിസ് ജയരാജിൻ്റെ സോങ്സൊക്കെ ഹാരിസ് ജയരാജിൻ്റെ ഒരു സമയം തന്നെയായിരുന്നു. ആ മിന്നലെ മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയിരുന്നു അന്ന് അദ്ദേഹം ചെയ്തിരുന്നത്. അതിൽ ഒരു ബെസ്റ്റ് സോങ്സ് ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു വേട്ടയാട് വിളയാട്. ഈ ഒരു സിനിമ അന്ന് ഇറങ്ങി അത്യാവശ്യം നല്ല വിജയം തന്നെയായിരുന്നു. കമലഹാസന് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ക്യാമറാമാൻ രവിവർമ്മൻ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് പിന്നീട് വേറെ കുറേ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഗൗതം മേനോൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വേണ്ട പോലെ ഞാൻ ചെയ്തു, സെക്കൻഡ് ഹാഫ് പ്രൊഡ്യൂസറും കമലഹാസനൊക്കെ വേണ്ട പോലെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പൂർണ്ണമായിട്ടും. പിന്നെ അതിൽ ചില പാട്ട് സീൻസിലൊക്കെ ചില വിഷ്വൽസൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാതെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മോശമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു ദുരന്തം സംഭവിച്ച ഈ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്താണെന്നുണ്ട് ഈ കാജ മൊയ്തീൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ കുറച്ചായിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് പിന്നെ ആ സിനിമ ഒന്ന് നിന്നുപോയി. ഗൗതം മേനോൻ തന്നെ പേഴ്സണലി കുറേ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തീർത്തു. പിന്നെ അവസാനം വേറെ പ്രൊഡ്യൂസേഴ്സും ഫണ്ടേഴ്സൊക്കെ വന്നിട്ടാണ്. പക്ഷെ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ ശരിക്കും 2005 തുടങ്ങി കുറേ കാലം എടുത്ത് 2006 ആയപ്പോഴാണ് ആ സിനിമ, എനിക്ക് 2006 ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെയാണ് ആ സിനിമ റിലീസായത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പച്ചക്കിളി മുത്തുച്ചാരത്തിലേക്ക് അദ്ദേഹം കടന്നു. ആ ഒരു സിനിമയും റിലീസായിട്ടുണ്ടായിരുന്നു. എന്തായാലും വേട്ടയാട് വിളയാട് എന്താ പറയുക, നമുക്ക് ഒരിക്കലും കമലഹാസൻ്റെ സിനിമകളിൽ
വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ തന്നെയാണ്. ഇതിലെ കമലഹാസൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസ് ഉണ്ട്, അതിൻ്റെ ഇൻട്രോ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഗൗതം മേനോൻ ചെയ്തിരിക്കുന്നത്. അത് കമലഹാസൻ്റെ വീട്ടിൽ തന്നെയാണ് ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ ഇപ്പോൾ അതും നായകൻ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്, വേട്ടയാട് വിളയാടും റിലീസ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേട്ടത്. എനിക്കോട് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടില്ല തോന്നുന്നു, തമിഴ്നാട്ടിൽ റിലീസ് ആയിട്ടുണ്ട്. എന്തായാലും നായകനും വേട്ടയാട് വിളയാടും അത് കമലഹാസൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന സിനിമകളാണ്. എന്നാലും വേട്ടയാട് വിളയാട് സിനിമ തിയേറ്ററിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സിനിമയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് തിയേറ്ററിൽ ഒന്നുകൂടി പോയി കണ്ടാൽ നഷ്ടമാവില്ല. അങ്ങനെ 4K അത് വീണ്ടും ഇറക്കുന്നു. നമ്മൾ കുറച്ചും കൂടി നല്ല തിയേറ്റേഴ്സിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ പല സിനിമകളും കുറിച്ചുള്ള ഒരു പരാതി വരുന്നത് തിയേറ്റേഴ്സിലെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ മോശമായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല തിയേറ്റേഴ്സിൽ തന്നെ ഇതുപോലത്തെ സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക.